വയലൻസ് ഒന്നുമില്ല. അത് വെറുതെ ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വയലൻസാക്കി മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ്. ആവറേജ് പറയാനുള്ളതേ ഉള്ളൂ തൽക്കാലം. പക്ഷേ വെട്രിമാരൻ്റെ സിനിമ അപേക്ഷിച്ചതൊന്നും അത്ര വലിയ കാര്യമല്ല. പിന്നെ അതിന് തേർഡ് പാർട്ടൊന്നും എനിക്കതിൽ അവർ അവസരം കൊടുത്തിട്ടില്ല, പക്ഷേ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ചെറിയ ചെറിയ ലാഗുണ്ട്, കോൺവെർസേഷൻസൊക്കെ വരുമ്പോൾ ചെറിയ ലാഗുണ്ട്. 3 മണിക്കൂറല്ലേ. അങ്ങനെ വെട്രിമാരൻ സംവിധാനം ചെയ്ത് നമ്മുടെ വിജയ് സേതുപതി, സൂരി, നമ്മുടെ മഞ്ജു നീണ്ട താരത്തിന് ഒന്നിക്കുന്ന വിടുതലെ പാർട്ട് 2 റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമ കണ്ട പ്രശ്നം ചോദിച്ചു നോക്കാം. ആവറേജേ ഉള്ളൂ. ഫസ്റ്റിൻ്റെ അത്ര ഇല്ല, എന്നാലും കാണാം, കുഴപ്പമില്ല. സൂര്യക്ക് റോളുണ്ടോ ഇതിനകത്ത്? സൂര്യക്ക് അധികം റോളില്ല, ചെറിയ റോളേ ഉള്ളൂ. വിജയ് സേതുപതി ഫുള്ളും അവിടെ ഫുള്ളുണ്ട്, മഞ്ജു വാര്യരും ഫുള്ളായിട്ടുണ്ട്. തിയേറ്ററിൽ കാണാൻ വേണ്ടിയുള്ളത് ആവറേജ്. ഫസ്റ്റിൻ്റെ അത്ര ഇല്ല, എന്നാലും കാണാം. ലാഗുണ്ടോ ഇത്? കുറച്ച് കഥയും കാര്യങ്ങളും കഥയുണ്ട്, സൈലന്റ് ആയിട്ട് കാണാം. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. പടം മൊത്തം ഇഷ്ടപ്പെടും. സോഷ്യൽ മെസ്സേജ് ഉണ്ട്, വെറും പാട്ടും കൂത്തും ഒന്നും അല്ലാതെ സൊസൈറ്റിക്ക് പറ്റിയ ഒരു മെസ്സേജ് ഉണ്ട്. വയലൻസ് ഒന്നുമില്ല. അത് വെറുതെ ഭരണകൂടത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വയലൻസാക്കി മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ്. ഭരണകൂടത്തിനെതിരെ ശക്തമായ വിമർശനം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എഗെയിൻസ്റ്റാണ് ഇവർ A സർട്ടിഫിക്കറ്റ് വരെ കൊടുത്തിരിക്കുന്നത്. ആ പടത്തിൽ അങ്ങനെ A ഒന്നുമില്ല കേട്ടോ. വളരെ നല്ല രീതിക്ക് ഒരു സ്റ്റോറിയാണ്, സൊസൈറ്റിക്ക് വാല്യുബിളായ സ്റ്റോറിയാണ്, യുവാക്കൾക്ക് കാണാം. ആവറേജ് പറയാനുള്ളതേ ഉള്ളൂ തൽക്കാലം. പക്ഷേ വെട്രിമാരൻ്റെ സിനിമ അപേക്ഷിച്ചതൊന്നും അത്ര വലിയ കാര്യമല്ല. ഫസ്റ്റ് ആയിട്ട് കമ്പയർ നമുക്ക് ഏതാ ബെറ്റർ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത്? ഫസ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ആദ്യത്തെ പാട്ടാണ് നല്ലത്. സെക്കൻഡ് പാട്ടൊന്നും അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. സൂര്യക്ക് റോളുണ്ടോ ബ്രോ ഇതിനകത്ത്? സൂര്യയുടെ പെർസ്പെക്റ്റീവിലാണ് സിനിമ പകുതി മുക്കാൽ ഓടുന്നത്. പിന്നെ സൂര്യയുടെ പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. സൂര്യയുടെ പകുതി മുക്കാലും സൂര്യയുടെ അവസാനത്തെ റോളൊക്കെ സൂര്യയുടെയാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഒരു ഫൈറ്റ് സീനൊക്കെ കൊള്ളാം. ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയാണ്. അത് മറ്റേ ഒരു 2-3 പിള്ളേരൊക്കെ ഉണ്ട്, അവരെ കിട്ടില്ലാണ്. മഞ്ജുടേത് എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും കിട്ടിലാണ്. ഇവിടെ വെട്രിമാരൻ്റെ പടം എന്ന് വിചാരിച്ച് തന്നെയാണ് കയറിയത്. വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതിൻ്റെ കഥാ പശ്ചാത്തലം ഒരു സ്ലോ പേസിൽ പോകുന്ന മൂവിയാണ്, നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റിൻ്റെ ഒരു കുറേ കാര്യങ്ങളുണ്ട്, ബ്ലാങ്ക്സ് ഉണ്ട്, അത് ഫില്ല് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് വിടുതല 2 എനിക്ക് മനസ്സിലായത്. പിന്നെ അതിന് തേർഡ് പാർട്ടൊന്നും എനിക്കതിൽ അവർ അവസരം കൊടുത്തിട്ടില്ല, പക്ഷേ സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നതാണ്. ഇതിപ്പോൾ സൂര്യൻ്റെ നറേഷനിൽ കൂടെയാണ് പോകുന്നത് സെക്കൻഡിൽ. പിന്നെ വിജയ് സേതുപതിൻ്റെ ബാക്ക് ഡ്രോപ്പ് എന്തുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ആയി, അതിൽ പെരുമാളുന്ന ആ ഒരു ക്യാരക്ടർ എങ്ങനെ ആയി എന്നൊക്കെ കാണിക്കുന്ന രീതിക്കുള്ളൊരു വർക്കാണ് വരുന്നത്. പിന്നെ മേക്കിംഗ്, ക്യാമറ, എല്ലാം എഡിറ്റിംഗ് ഒക്കെ നല്ല രീതിക്ക് വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ AI വിജയ് സേതുപതിൻ്റെ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. വേറെ ആയിട്ട് എടുത്തു മഞ്ജു ചേച്ചീൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിക്ക് ഉള്ള റോള് മികച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാടില്ലെന്ന് പറയാം. പക്ഷേ എന്നാലും ഒരു വെട്രിമാരൻ പടം എന്ന് പറയുമ്പോൾ ചെറിയൊരു ക്ഷീണമൊക്കെ എവിടെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഐ തിങ്ക് അത് അങ്ങനെ പറഞ്ഞു പോകേണ്ട ഒരു മൂവിയാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമാണോ ട്രെയിലറിലൊക്കെ? അങ്ങനെ ഒരു ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വെട്രിമാരൻ്റെ എനിക്ക് വിടുതലെ പാർട്ട് 1 ഒക്കെ ഭയങ്കരമായിട്ട് എത്രയാണെങ്കിൽ ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ എന്തോ ഇവിടെ ഒരു ചെറിയൊരു മിസ്സിങ് ഫീലിംഗ്. അവർ മറ്റേ ഫസ്റ്റിലുള്ള ബ്ലാങ്ക് ഫില്ല് ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇതിൽ ചില കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്ക് കുറ്റം പറയുന്നതല്ല, എനിക്ക് വെട്രിമാരനെ കടുത്ത ആരാധകനാണ് ഡയറക്ടറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുള്ളിക്കാരനെ നിന്ന് ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ചെറിയ വിഷമം തോന്നാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി തേർഡ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായി, പക്ഷെ അതിൽ പറയുന്നില്ല. ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിനും കൂടെ ഒരു ക്ലാരിഫൈ ചെയ്തുള്ള ഒരു തേർഡ് പാർട്ടായിരിക്കും തരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. പടം കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ചെറിയ ലാഗുണ്ട്, കോൺവെർസേഷൻസൊക്കെ വരുമ്പോൾ ചെറിയ ലാഗുണ്ട്. 3 മണിക്കൂറല്ലേ, പക്ഷേ കൊള്ളാം. വെട്രിമാരൻ മേക്കിംഗ് നൈസാണ്. ഫസ്റ്റ് വെച്ച് ഓക്കെയാണ്. വെട്രിമാൻ സ്റ്റൈൽ അത് തന്നെ. വെട്രിമാൻ പടം ഇഷ്ടപ്പെടുന്നത് ഇത് ഇഷ്ടപ്പെടും, നോ ഡൗട്ടാണ്. വിജയ് സേതുപതി എങ്ങനെ ഉണ്ടായിരുന്നു? വിജയ് അടിപൊളി ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, സീൻസൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫ് നൈസാണ്. സൂര്യ എല്ലാം പെർഫോമൻസ്